വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുമതം സ്വീകരിച്ച് പാസ്റ്ററായ വ്യക്തി തിരികെ എത്തി ഹിന്ദുമതം സ്വീകരിച്ചു. ഇപ്പോൾ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിഞ്ഞിരിക്കുകയാണ് പാസ്റ്ററും അനുയായികളും ഒത്തുചേർന്ന്. പള്ളി വൈരഭ പ്രതിഷ്ഠ നടത്തിയാണ് വിശ്വാസികൾ ക്ഷേത്രമാക്കി മാറ്റിയതും. മാത്രമല്ല, ഇദ്ദേഹത്തോടൊപ്പം പ്രദേശത്ത് നിന്ന് മറ്റ് 80 കുടുംബാംഗങ്ങളും ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിലെ ബൻസ്വാഡ ജില്ലയിലെ സോത്തലഗുഡ ഗോത്രവർഗ ഗ്രാമത്തിലാണ് സംഭവം നടന്നതും. വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുമതം സ്വീകരിച്ച ഗോത്രവർഗക്കാരാണിപ്പോൾ കൂട്ടത്തോടെ തന്നെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നതും. 30 വർഷം മുൻപായിരുന്നു ഗൗതം ഗാസിയ എന്ന വ്യക്തി ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ക്രിസ്തുമതത്തിലേക്ക് മാറുന്ന ആദ്യ വ്യക്തിയായിരുന്നു അദ്ദേഹം. പതിയെ തന്നെ ഗ്രാമവാസികളായ ഗോത്രവർഗക്കാർ ഇദ്ദേഹത്തിന്റെ സ്വാധീന വലയത്താൽ തന്നെ ക്രിസ്തുമതം സ്വീകരിക്കാൻ ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് ഗ്രാമവാസികൾ ചേർന്ന് അദ്ദേഹത്തെ പാസ്റ്ററായി തന്നെ നിയമിച്ചു. ആദ്യമൊക്കെ സ്വന്തം വീട്ടിലായിരുന്നു പാസ്റ്റർ പ്രാർത്ഥനാ യോഗങ്ങളും മറ്റും സംഘടിപ്പിച്ചിരുന്നത്. പിന്നീട് 3 വർഷം മുൻപാണ് പള്ളി പണിയാൻ തീരുമാനിച്ചതും. തുടർന്ന് സ്വന്തം ഭൂമിയിൽ പള്ളി പണിയുകയും അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. 125 വർഷം മുൻപ് ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്തായിരുന്നു ഗൗതം ചില സംഘടനകളുടെ സഹായത്താൽ തന്നെ അല്ലെങ്കിൽ ധനസഹായത്താൽ തന്നെ പള്ളി പണിതതും. ഈ പള്ളിയാണ് ഇപ്പോൾ ഭൈരവ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് വിശ്വാസികൾ ആരാധന ആരംഭിച്ചിരിക്കുന്നതും. തന്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നതിനാൽ തന്നെ ഏകദേശം 1.5 വർഷം മുൻപ് തന്നെ ഒരു ഹർ വാപസി നടത്തിയെന്നാണ് ഗൗതം പറയുന്നത്. തന്റെ പഴയ മതത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും തന്നോടൊപ്പം തന്നെ മുൻപ് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചവരെല്ലാം തന്നെ ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തിയതായും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. വൈദേശികമായ വിശ്വാസികളിൽ നിന്ന് തനതായ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നും ഇനിയും നിരവധി പേർ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചെത്തുമെന്നും ഗൗതം അറിയിച്ചിരിക്കുകയാണ്. ക്രിസ്തു മതത്തിലേക്ക് മാറാതെ തന്നെ സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ഗോത്ര വിഭാഗത്തിലെ ആളുകളാണ് ഈ മാറ്റത്തിന് വഴിയൊരുക്കിയിരിക്കുന്നതും. മതം മാറിയവരെ കണ്ട് സനാതന ധർമ്മ വിശ്വാസികളെ കുറിച്ച് നിരന്തരം നടത്തിയ ഉപബോധങ്ങളാണ് മറ്റൊരു വഴിയൊരുക്കിയതെന്നും ഗ്രാമവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വൈരവ പ്രതിഷ്ഠാ ചടങ്ങിന് മുൻപേ തന്നെ ജയ് ശ്രീറാം മന്ത്രങ്ങളുടെ അകമ്പടിയോടെ തന്നെ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ക്ഷേത്ര ഘോഷയാത്ര നടന്നിരുന്നു. അതേസമയം സനാതന ധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നതാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത്. സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നതുമാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദു മതത്തിന് ഏകദേശം 6000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നതും. എന്നാൽ BC 3000-നും BC 15000-നും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവമെന്നും ചില പണ്ഡിതർ വ്യക്തമാക്കുന്നു. അടിസ്ഥാനപരമായി സനാതന ധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം. മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത്. സനാതന ധർമ്മം അനുസരിച്ച് പ്രകൃതിയോടും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ്. ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുന്നതിനും മതപരമായ കടമകൾ നിർണയിക്കുന്നതിനും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.